എൻ്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ കട്ടുമുറിക്കാതെ നേർക്ക് നേരെ പ്രസംഗം 2013 ശേഷം ഒരൊറ്റ പ്രസംഗം നടത്തിയിട്ടുണ്ടോ എന്ന് നിന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുക. 2013 ശേഷം നീ തൊള്ള തുറന്നിട്ടുണ്ടെങ്കിൽ ആ തൊള്ള തുറന്ന പ്രസംഗവേദികളിലൊക്കെ കട്ടുമുറിക്കാതെ ഒറ്റൊന്നും നീ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഓൻ പറയാം, നേതാക്കന്മാരവിടുന്ന് ഇങ്ങോട്ട് പേരോട് ഉസ്താദിൻ്റെ ശിഷ്യന്മാരെയും അണികളെയും ഒക്കെ വെല്ലുവിളിക്കാനേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SBS കുട്ടികൾ മാത്രം മതി നിനക്ക് മറുപടി പറയാൻ. ഏതായാലും വെല്ലുവിളിക്കണേ ഞാൻ ഇന്നലെ ഒന്ന് കേൾപ്പിച്ചിരുന്നു, ഒന്നും കൂടി നമുക്ക് ഒന്ന് കേൾക്കുക. സമസ്തയുടെ ലീഡേഴ്സിനെയും പേരോടിന്റെ ശിഷ്യന്മാരെയും ഞങ്ങൾ ഇബ്നു തൈമിയ എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ആദർശ പോരാട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാശയം എവിടെയെങ്കിലും മുറിച്ച് ആ ആശയത്തിന് വിരുദ്ധമായി ഞങ്ങൾ കാണിച്ചൊരൊറ്റ ക്ലിപ്പ് കാണിക്കാൻ പേരോടിനെയും അയാളുടെ അനുയായികളെയും ഞങ്ങൾ വിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ കാണിക്കുക. നിങ്ങൾ എന്നായിക്കോട്ടെ, ധൈര്യമുണ്ട്, നമുക്കൊന്ന് കാണിച്ചു നോക്കുക. എന്നാ ഒന്ന് വരട്ടെ. മടവൂർ ശൈഖുനാനെ പറ്റി ഇയാൾ പറയണത് കേട്ടു നോക്കുങ്ങൾ. ഇയാൾക്ക് ആരെ പറ്റിയും പറയാനും റസൂലുള്ളാഹിനെ പറ്റി പറയാൻ പാടില്ലേ? പിന്നെ ഇപ്പോ അയിനുന്നൂറായ മുത്തു റസൂലിൽ നിന്ന് പ്രസരണം ചെയ്യപ്പെട്ട അൻവാറുകളിൽ പ്രധാനിയായ മടവൂർ ശൈഖുനാനെ പറ്റി പറയാൻ വല്ല പേടിയുണ്ടാവോ? വെച്ചുകൊടുക്ക്. വേറൊരു കൂട്ടരുണ്ട്, അതൊക്കെ ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാ. ശൈഖാകാൻ പറ്റില്ല, അവരെ നിർദ്ദേശം സ്വീകരിക്കാൻ പറ്റില്ല, അവരെ പിന്തുടരാൻ പറ്റില്ല, അവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് താനും. അതെങ്ങനെ പറയാം? അള്ളാഹുവിനെ സ്നേഹിച്ചു അവർ. സ്നേഹം കൂടുതലായപ്പോ അവരെ മനസ്സ് തെറ്റിപ്പോയി. മനസ്സ് തെറ്റിയതിന്റെ കാരണം എന്താ? അള്ളാഹിനെ സ്നേഹിച്ചിട്ട് തെറ്റിയതാ. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ അവർക്ക് ബഹുമാനമുണ്ട്, പക്ഷെ അവരെ മനസ്സ് റെഡിയില്ല. മനസ്സ് റെഡിയില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വാക്കുകളും പ്രവൃത്തികളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അവരെ ശൈഖാണ് എന്ന നിലക്ക് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിക്കാനും പാടില്ല. ഇവർക്ക് മജ്ദൂബുകൾ എന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനസ്സ് തെറ്റിപ്പോയവരാണ്. മടവൂർ ശൈഖുനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതാണ് എൻ്റെ വക പറയല്ലേ, മടവൂർ ശൈഖിലേക്കാണ് ആ വിരൽ ചൂണ്ടുന്നത് എന്ന് എൻ്റെ വക പറയല്ലേ. ഈ പേരോട് ഉസ്താദിൻ്റെ ഈ പ്രസംഗത്തിൽ നിന്നെ വെല്ലുവിളിക്കുന്നു. ഇതിൽ എവിടെങ്കിലും മടവൂർ CM വലിയുള്ളാൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? മടവൂരിൻ്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ മടവൂരുമായി കൊണ്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഹാനായ പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം, ഔലിയാക്കന്മാർ അള്ളാഹുവിൻ്റെ ലഹരിയിൽ അങ്ങ് ലഹിക്കുമ്പോൾ ചില ഔലിയാക്കന്മാർക്ക് എന്ത് ചെയ്യും? മജുദൂബായി പോവും, അവർക്ക് താങ്ങാൻ കഴിയാതെ വരും. അള്ളാഹുവിൻ്റെ ആ ലഹരിയിൽ ചിലപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാതെ വരും. അങ്ങനെ അവർ ഹാല് മാറിപ്പോകും. ആ ഹാല് മാറിപ്പോകുന്ന സമയത്ത് അവരെ പിന്തുടരാൻ പറ്റൂല എന്നുള്ളതല്ലേ പേരോട് ഉസ്താദ് പറഞ്ഞത്. അത് മടവൂരിനെയാണ് എങ്ങനെ പറഞ്ഞത്? അതിൻ്റെ മുന്നെയോ ശേഷമോ എവിടെയെങ്കിലും മടവൂരിൻ്റെ പേര് പറയുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇട്ടുകൊടുത്ത് മടവൂരിൻ്റെ പേര് പറയുന്നുണ്ടോ? മടവൂരിൻ്റെ പേരിൽ പേരോട് ഉസ്താദിൻ്റെ പേരിൽ പച്ചക്കള്ളം ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ ആരും തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മുഅ്മിനീങ്ങളാരും തെറ്റിദ്ധരിക്കൊന്നുമില്ല. എൻ്റെ കോമാടന്മാരിഞ്ഞ് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഇതറിയാം. ഈ പറഞ്ഞെടുത്ത് എവിടെയും മടവൂരിനെ പറഞ്ഞിട്ടില്ല. ജദ്ബിൻ്റെ ഹാലുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത നൗഷാദ് വരട്ടെ. കേൾക്കാം. എന്താ പറഞ്ഞറിയോ? CM വലിയുള്ളാഹിയെ കുറിച്ച് അവരെ നിക്കാഹിന് സാക്ഷി നിർത്താൻ പോലും പറ്റാത്ത ആളാണ് CM വലിയുള്ളാഹി. സുബ്ഹാന ജല്ല ജലാലുഹു. ഇതാ ഞാൻ പറഞ്ഞത്, ഈ CM മർക്കസ് അല്ലെങ്കിൽ CM അത് പൈസ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. CM വലിയുള്ളാഹിയോട് അല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇയാളെ പിടിച്ച് പഠിക്ക് പുറത്തു നിർത്തിയിട്ടല്ലാതെ അവരെ മധു പറയാൻ എന്ത് അവകാശമുണ്ട്? CM വലിയുള്ളാഹി ഇത്ര മോശമായി ഇവിടെ വേറെ പറഞ്ഞിട്ടുണ്ടോ? ഇനി കേട്ടു നോക്കൂ, നിങ്ങളാണ് പറയുന്നത്. മാത്രമല്ല, ഇതിനകത്ത് റാമോദ പറഞ്ഞത് ഷഹാദത്തിന് പറ്റണമെങ്കിൽ അയാള് കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാവരുത്, അതേപോലെ തന്നെ ചെറുദേശത്തിന്റെ മേലിൽ നിലവൃത്തിയാകുന്ന ആളാവരുത്, അതിനെ പുറത്ത് പറഞ്ഞു അയാൾ മുറിവത്തുള്ള ആളാവണം, മുറിവത്ത് നോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നു. മുറിവത്ത് നോക്കുന്ന ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് കാതുകൾക്ക്. ഹറാമകളെ തെറ്റിന്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഹറാമല്ല, ഒരു കറാത്തേ ഉള്ളൂ. എന്നെ അനുസരിച്ചും
ഒരു ഷേഖുണ്ടാൻ പറ്റില്ല. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായുടെ സാക്ഷിക്ക് ഒരാളെ പറ്റൂലാണ്. പിന്നെ അവനെ ഒരു മുറബിയാക്കലും അല്ലെങ്കിൽ തദർജത്തിന് ശേഷാക്കലും. ഈ പറഞ്ഞതൊക്കെ ആരെ പറ്റിയിട്ടാണ്? കക്കാടിൻ്റെ ശേഖനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കക്കാടിൻ്റെ ശേഖനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി ബാക്കിയാണ് അപ്പോൾ പൊന്മൾ ഉസ്താദ് തന്നെ പറയാം, എന്നാൽ മടവൂർ താടി പഠിച്ചിട്ടുണ്ടല്ലോ, അവിടെ നാട്ടാ തുടങ്ങണത്. മടവൂരിൻ്റെ കാര്യം അവിടെ നാട്ടാ തുടങ്ങണത്. അതൊന്ന് കേട്ട് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ പൂർണ്ണ വിവരം ഞാൻ ഇതിലിട്ട് കാണിച്ചു തരാം. ഇവൻ ആനക്കള്ളൻ എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളൻ എന്ന് പറഞ്ഞാൽ കാട്ടുകള്ളെന്ന് വൈലത്തൂര് തങ്ങൾ വെറുതെ പറഞ്ഞൊന്നുമല്ല. ഇവിടെ ഒരു ചോദ്യമായി നോക്കാറുള്ളത് മടവൂർ താടി വെച്ചിട്ടുണ്ടെന്നാണ്. മടവൂർ മദ്യാശോകം ആരോ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ശീഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ വരെ ആളുകൾ കൂടെ തെരുജിയത്ത് കൊടുക്കാനോ പറഞ്ഞാൽ തെരീക്കത്ത് കൊടുക്കാനോ കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്തുകളുണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി വരിക്കുന്നത് മടവൂർ മാത്രമല്ല, പറഞ്ഞ ലോകത്തിൽ കാണാൻ ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ചെയ്താണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ചെയ്താണെന്ന് പറയുന്നുമില്ല. കണ്ടോ? ഇതിന് ശേഷം പൊന്മൾ ഉസ്താദ് ഒരു വിഷയം പറയുന്നുണ്ട്. മടവൂർ ഷെയ്ഖ് മജ്ദൂബാണ് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്ക്. അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കണ്ടൊന്നിട്ടിട്ട് നമുക്ക് അതും കൂടി ഇതിൻ്റെ ബാക്കി ഇവൻ ഈ പറഞ്ഞ ഈ നൗഷാദ് ഈ പറഞ്ഞുകാണ്ട് കൊടുന്നുകാണ്ട് പൊന്മൾ ഉസ്താദിൻ്റെ വെച്ചല്ലോ, അതിൻ്റെ ബാക്കി കുറച്ചുണ്ട്. അതൊന്ന് കേട്ട് നോക്കുക. എന്നിട്ട് ബാക്കി നമുക്ക് ഫുൾ ഇടാം. ഒരു ജദുബിന്റെ ഹാലുള്ള ആളാ, മജ്ദൂബാണ്. കേട്ടില്ലേ? പൊന്മൾ ഉസ്താദ് പറഞ്ഞ എന്താണ്? മടവൂർ ഷെയ്ഖുന അദ്ദേഹം ഒരു മജ്ദൂബാണ്, ജദ്ബിൻ്റെ ഹാലുള്ള ഒരാളാണ്. പൊന്മൾ ഉസ്താദാ പറഞ്ഞത്. അതന്നെയാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരും പറഞ്ഞത്. അതാ ചെറുശ്ശേരി പറയുന്ന ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ഒരു മജ്ദൂബായ മൂപ്പര് ചിലപ്പോ നമ്മൾ സ്റ്റേജിൽ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ട. മജ്ദൂബ് ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ്. കേട്ടില്ലേ? പൊന്മൾ ഉസ്താദ് എന്താ പറഞ്ഞത്? CM വലിയുള്ള ഈ ഒരു മജ്ദൂബാണ്, മജ്ദൂബായി പിന്നെ ജദ്ബിൻ്റെ ഹാലുള്ള ഒരാളാണ്. അതേ വാക്ക് തന്നെയാണ് ആര് പറഞ്ഞത്? ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദും പറഞ്ഞത്. CM ഒരു മജ്ദൂബാണ്. പിന്നെ ഒന്നും കൂടി കൂട്ടി പറഞ്ഞു, പകല് കഞ്ഞുടിച്ചണോ ചോറ് കഴിച്ചണോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വരെ ആര് പറഞ്ഞു? ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു. എന്താണ് ഉസ്താദ്, എനിക്ക് അവിടെ ഒന്നും ഉണ്ടാവില്ലേ? നജിട്ട് കണ്ടൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ജനങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് അറിയെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഇതൊക്കെ മൂടി വെക്കുന്നത്. അപ്പോൾ ആലിമീങ്ങൾ മഹാനായ മടവൂർ CM വലിയുള്ളാനെ എവിടെയും കൊച്ചാക്കിയിട്ടില്ല. ആലിമീങ്ങൾ സ്നേഹിക്കുന്നു, ആലിമീങ്ങൾ അവിടുത്തെ തെർബിയത്ത് പിൻപറ്റുന്നു, അവിടെ സിയാറത്ത് ചെയ്യുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഞാനൊക്കെ എത്രയോ 13ാമത്തെ വയസ്സ് തുടങ്ങിയ മടവൂരിൻ്റെ പേരിൽ ഫാത്തിയോദൽ. അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് ഒരുപാട് സംഗതികൾ എൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കാവലാണ്, മടവൂരിൻ്റെ കാവലാണ്. 13ാമത്തെ വയസ്സ് തുടങ്ങിയതാ. ദർസുക്ക് അത്തിപ്പറ്റയിലേക്ക് അങ്ങ് എത്തിയ അന്ന് മുതൽ എൻ്റെ സീനിയർ ഒരു ഉസ്താദായ ഒരാൾ എന്നോട് പറഞ്ഞു, എല്ലാ ദിവസം മടവൂരിൻ്റെ പേരിൽ ഫാത്തി ഓതിക്കൊണ്ടിയും എന്ന് പറഞ്ഞ അന്ന് മുതൽ ഇന്നേ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഉഷാദേ. മടവൂരിൻ്റെ കാവല്, വിദേശത്ത് പോയി ജോലിക്ക്, അവിടെ പല പ്രയാസങ്ങളുണ്ടായി. മടവൂരിൻ്റെ കാവലുണ്ടാവും എന്ന് പറഞ്ഞു. മടവൂരിൻ്റെ കാവലുണ്ടായി. ഏത് മേഖലകളിലും മടവൂരിൻ്റെ കാവലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മടവൂരിനെ വിശ്വസിക്കുന്നുണ്ട്. മടവൂരിൽ ഞങ്ങൾ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യണത്ര ചെയ്യണില്ല. ഇജ് മടവൂരിനെ ജനങ്ങളുടെ ഇടയിൽ കുറ്റപ്പെടുത്തുന്നത്. കാരണം ഇജ് ഇല്ലതും ഇല്ലാത്തതും വിളിച്ചു പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ മടവൂരിനെ സംബന്ധിച്ചുള്ള മതിപ്പ് ഇല്ലാതെയാക്കുകയാണ് നൗഷാദേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നീ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ല. പിന്നെ സാക്ഷിക്ക് പറ്റൂല എന്നുള്ള വിഷയം പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ അതൊക്കെ പൊന്മൾ ഉസ്താദിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്കാണ് കേട്ടാൽ മനസ്സിലാവും. അത് കക്കാടിൻ്റെ ത്വരീഖത്തിൻ്റെ ഷെയ്ഖിനെ സംബന്ധിച്ച് പൊന്മൾ ഉസ്താദ് പറഞ്ഞത്, ഇവൻ അവിടെയും ഇവിടെയും കട്ട് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുന്ന കട്ട് വീരനാണ് ഇവൻ. ക്ലിപ്പ് വീരൻ ഇവനാണ്. എന്നിട്ടോ പറയാം, ഞങ്ങൾ നിങ്ങളെ തലമുറ മേലെ ആട്ടുന്നിങ്ങോട്ട് വെല്ലുവിളിക്കണ്. ആരെങ്കിലും മുറിച്ചിട്ടിട്ടുണ്ടോന്ന്? എവിടെയാ മുറിച്ചിടാത്ത?
എവിടെ മുറിച്ചിടാത്ത? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മടവൂരിനെ സംബന്ധിച്ചല്ല പറഞ്ഞത് പൊന്മള ഉസ്താദ് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞത്. അത് കക്കാട് അന്ന് തരീഖത്തിലേക്ക് പോയി കക്കാടിൻ്റെ ഷെയ്ഖിൻ്റെ വിഷയം കക്കാടിനോട് ചോദിച്ചപ്പോൾ കക്കാട് പറഞ്ഞ പല വിഷയങ്ങളും എല്ലാം പാടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പൊന്മള ഉസ്താദ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. അത് നമുക്കൊന്ന് ഒന്നിച്ച് കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ടു നോക്കൂ. യഥാർത്ഥത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ആ ത്വരീഖത്തെ സംബന്ധിച്ച് തോനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെയും ചോദിക്കുന്നവരുടെ എന്താ തെറ്റും? ഏറ്റവും ചുരുങ്ങിയത് മുറബി പോയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞൊരു തബറുക്കിന്റെ ഷെയ്ഖാക്കാൻ പോലും അയാളെ കാഴ്ചയിൽ തന്നെ യോഗ്യനല്ല. ഉണ്ടോ? ഷെയ്ഖിന്റെ ഫോട്ടോ ആണത്. നിങ്ങളൊക്കെ കണ്ട ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ. താടി പഠിച്ച് ക്ലീൻ ഷേവ് ഷെയ്ഖ്. ഇങ്ങനൊരു ഷെയ്ഖ് തബറുക്ക് തെർബിയത്ത് പോയി തബറുക്ക് തന്നെ ഉണ്ടാകാൻ പറ്റില്ല. കണ്ടോ? മശായിഖുമാരുടെ ആദാബുകൾ പറയുന്ന സ്ഥലത്ത് താടി വളർത്തൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കാം. ഇങ്ങനത്തെ താടി വടിയന്മാർ വിരിച്ചിട്ട് അതിന് പറഞ്ഞിട്ടുണ്ടാവുക. കണ്ടോ? ബഹുമാനപ്പെട്ട അഷേഖ് മുഹമ്മദുൽ മുനീർ റഹ്മത്തുള്ളാഹി എഴുതിയ തുഹ്ഫത്തു സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിന്റെ 61-ാമത്തെ പേജിൽ അൽ ബാബുർ റാബിഉ ഫീമാ യതഅല്ലഖു ബിശ്ശൈഖി വശുറൂത്തിഹി വആദാബിഹി, ഷെയ്ഖിന്റെ ഷർത്തുകൾ, ഷെയ്ഖിന്റെ ആദാബുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന 4-ാം അധ്യായം എന്ന് പറഞ്ഞിട്ട് ആ അധ്യായത്തിൽ അദ്ദേഹം അവസാനമായി പറഞ്ഞു, മുലാസമത്തുൽ വളായിഫില്ലത്തി ജാഅത ബിഹ സുന്നത്തു, പരിശുദ്ധ സുന്നത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ വന്ന എന്തെല്ലാം വളായിഫുകളുണ്ടോ അതൊക്കെ കൊണ്ടു നടക്കണം, അതൊക്കെ ലാസിമാക്കണം, എപ്പോഴും ചെയ്യണം. കസ്സി ഷാരിബി, മീശ വെട്ടും പോലെ. മീശ അങ്ങനെ വളർത്തി ചുണ്ടിലേക്കൊക്കെ ഇറക്കുന്ന വിധം, അല്ലെങ്കിൽ ചുണ്ടും തൊള്ളിയും വ്യത്യസ്തമായി അറിയാൻ പറ്റാത്ത വിധം എല്ലാം കൂടി ഒന്നായിട്ടുണ്ട്. അങ്ങനെയൊന്നും ആവരുത്. മീശ വെട്ടുക. ഇപ്പോൾ തക്ലീമിൽ അൽഫാരി, നഖം മുറിക്കുക. നഖം മുറിക്കാതെ നഖമൊക്കെ നീ പല്ലും തേക്കാതെ നടക്കുന്ന ഒരു സ്വഭാവം, അതൊന്നും ഒരു ശേഖനം ഉണ്ടാകാൻ പറ്റില്ല. തസ്രീഹിൽ താടി നീട്ടുക, താടി വളർത്തുക, താടി പഠിക്കാന്നല്ല. കണ്ടത് അവർ ആദാബിൽ പറഞ്ഞ സുറൂത്തൊക്കെ പറഞ്ഞിട്ട് ആദാബിലായിട്ട് ഒരു ശേഖ് ഉണ്ടാവേണ്ട ആദാബാണ്. ഈ അദബാണ് ലാഹിർ തന്നെ ഖൈറുൻ സലാഹും ഉണ്ടാവണം എന്ന് മുറബി അല്ല തബറുക്കിന്റെ ശേഖിൽ തന്നെ ഉണ്ടാകണം എന്ന് പറയാൻ കാരണം, ലാഹിർ തന്നെ കണ്ടാൽ ഒരു ആത്മീയത കാണാൻ പറ്റാത്ത വിധം തല തുറന്നിട്ട് താടിയും പഠിച്ച് ഇംഗ്ലീഷുകാർ സംസ്കാരം ടൈയും കെട്ടി പറഞ്ഞെത്താൻ ടൈ കെട്ടൽ ഹറാമാണെന്നല്ല, ടൈ ഒരു സുന്നത്ത് പോലെ ലാസിമാക്കിയ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ തലമറക്കൽ അതില്ല. താടി എന്ന് പറയുന്ന സുന്നത്തുമില്ല. അതിന് പറയാനുള്ളത് എന്താ? ഈജിപ്തിലെ ഒരുപാട് ആലിമ്യങ്ങൾ അവർക്കൊന്നും താടിയില്ലല്ലോ എന്ന്. ഷെയ്ഖിന് അങ്ങനെ ആയ പറ്റുമോ? ഈജിപ്തിലെ ആൾക്കാർക്ക് താടിയില്ലാത്തതിന്റെ കാരണം തന്നെ അവരുമായി അന്വേഷണം ഞാൻ നടത്തി നേരെ ഈജിപ്തിൽ നിന്ന് തന്നെ. അവർ പറഞ്ഞത് ഇവിടെ താടിവടി മിക്കവാറും ആളുകൾ ചെയ്യാൻ കാരണം താടി വെച്ചവരൊക്കെ അവിടുത്തെ പുത്തനാശയക്കാരാണ്, നമ്മുടെ നാട്ടിലെ മുജാഹിദിന്റെ മാതിരി. അവരാണ് അവിടുത്തെ ഭീകരവാദികളും തീവ്രവാദികളും ഭരണകൂടത്തിന് എതിരുള്ളവരാണ്. അപ്പോ ഇവര് താടി വെച്ചാൽ ഇവരൊക്കെ ഈ ഭരണകൂടത്തിനെതിരുള്ളവരാണെന്ന് പോലീസിന് തോന്നുമ്പോൾ അവരിങ്ങനെ സൂപ്പാക്കിക്കൊണ്ടിരിക്കും. യാത്ര ചെയ്യുമ്പോൾ കൈകാട്ടി നിർത്തും. അങ്ങനെ അവരെ ചെക്കപ്പ് ചെയ്യും, പരിശോധന നടത്തും. ഇതിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി താടി അങ്ങോട്ട് പഠിച്ചേക്കാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഹുക്കൂമത്തിനെ പേടിച്ച് താടി പഠിക്കുകയാണ്. ഹുക്കൂമത്ത് താടി പഠിക്കണം നിർബന്ധിപ്പിച്ചതല്ല. ഇതാണ് അതിനവർ പറയുന്നത്. പക്ഷേ ഞാനപ്പോ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഷാഫി മദ്ഹബുകാരനല്ലേ? ഷാഫി മദ്ഹബ് പ്രകാരം അയാളിനോട് ആദ്യം പറഞ്ഞത് ബിദ്അത്തുകാരെ ശിആറാണ് താടി വെക്കൽ, അതുകൊണ്ട് ഒഴിവാക്കിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സുന്നത്തായ കാര്യം ബിദ്അത്തുകാരെ ശിആറായി എന്നതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല എന്നല്ലേ നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിൽ, ഷാഫി മദ്ഹബിന്റെ കിതാബിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ കാര്യം അയാൾ തുറന്നു പറയണത്. അത് മാത്രല്ല, ഇങ്ങനെ ഒരു സിറും കൂടെ ഉണ്ട്.
ഇവിടുത്തെ ഭരണകൂടം താടിയുള്ളവരെ കണ്ടാൽ കൈകാട്ടി നിർത്തും, വണ്ടിയിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇവിടുത്തെ ഇഖ്വാനി പാർട്ടിയാണോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ താടി അങ്ങോട്ട് പഠിച്ചാൽ ഭരണകൂടത്തിന് എതിരുള്ള ആൾക്കാരല്ല എന്ന് മനസ്സിലാവും. അപ്പൊ അവര് നമ്മളെ പരീക്ഷിക്കാൻ നിൽക്കൂല, പരിശോധിക്കാൻ നിൽക്കൂല, വിടുന്നതാണ്. ഇത്രയും ഒരു താഴ്ന്ന അവസ്ഥയിലേക്ക് ഒരു ശൈഖെത്താൻ പറ്റുമോ? അവർ ചെയ്തതിന്റെ വിധി എന്ത്? അതുകൊണ്ട് ആ വിഷയം ജായിസാവില്ല. ഹറാമാണോ കറാഹത്താണോ തർക്കമാണ്. ഏതായിരുന്നാലും സുന്നത്താന്ന് അറിയുന്നില്ല. ആചാരമായിട്ടെങ്കിലും സുന്നത്താന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഷഹാദത്തിന്റെ ബാബിൽ ഷഹാദത്തിന് പറ്റണമെങ്കിൽ അയാൾ കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത്, അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലവൃദ്ധിയാകുന്ന ആളാകരുത്. അതിന്റെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം, മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിക്കൽ. ഹറാമതലനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞു തന്നെ വിടും. ഇനി ഹറാമല്ല, അതൊരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ശേഖനുണ്ടാകാൻ പറ്റൂല. കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായിന് സാക്ഷിക്ക് വരെ അയാളെ പറ്റൂല എന്നാ. പിന്നെ അവനെ ഒരു മുറബിയാക്കൽ അല്ലെങ്കിൽ തബറുക്കിന് ശേഖാക്കല് അതിന് പറ്റില്ല. എന്നാ പിന്നെ ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പഠിച്ചിട്ടുണ്ടല്ലോ എന്നാ. മടവൂർ മുറബിയ ശേഖാന്ന് ആരെ പറഞ്ഞു? മടവൂർ തന്നെ ഞാൻ ശേഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞ് തരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തരീക്കത്ത് പെടുണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി പഠിക്കുന്നത് മടവൂർ മാത്രമല്ല, പെടുന്ന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ശൈഖാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ശൈഖാണെന്ന് പറയുന്നുമില്ല. അദ്ദേഹത്തെ കുറിച്ച് ഒന്നുകിൽ പറയാനുള്ളത് അദ്ദേഹം ഒരു ജദുബിന്റെ ഹരുള്ള ആളാണ്, മജ്ദൂബാണ്. ഇത്രയും മിനിറ്റ് പൊന്മള ഉസ്താദ് പറഞ്ഞത് കക്കാടിൻ്റെ ശൈഖിനെ സംബന്ധിച്ചാണ്. അതിൽ 40 സെക്കൻഡ് മാത്രമാണ് മടവൂർ ശൈഖുനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇത് മാത്രം കട്ട് ചെയ്തിട്ടില്ലേ ഇനി